മുസ്ലിം സമുദായത്തിലുള്ള സൂഫി പരമ്പരയായിട്ട് ബന്ധപ്പെട്ടു. അവരെന്നോട് വന്ന് പറയുകയാണ്, എൻ്റെ സ്വാമി, പൂന്താനം നമ്പൂരി എഴുതിയ ജ്ഞാനപ്പാനയ്ക്ക് മുകളിലൊന്നും ഞങ്ങളുടെ സൂഫിസത്തിലും പറയാനില്ല. ജ്ഞാനപ്പാന പഠിപ്പിക്കാത്ത സ്ഥലങ്ങളില്ല ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ. നിങ്ങൾ ആളുകൾ എന്താ ഇതൊന്നും പഠിക്കാത്തത്? നേരിട്ട് ചോദിച്ച കാര്യമാണ്. ശുദ്ധമല്ലാത്തൊരു ലോഹം കൊണ്ടുണ്ടാക്കിയ വിളക്കിൽ അതിലും അശുദ്ധമായൊരു എണ്ണ ഒഴിച്ച് അതിലും മോശമായൊരു പഞ്ഞിത്തിരി ഈ സാധനമായിട്ട് കത്തിച്ചാൽ, എന്നിട്ട് നല്ലവണ്ണം വരുത്തണേ, നല്ല ഗുണം വരുത്തണേ, ഞങ്ങളെ ശരിയാക്കി തരണേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ആ ദേവത ചെയ്യേണ്ടത്? മരിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറയാം. സകല അമ്പലങ്ങളിലും വന്ന് പ്രഭാഷണം നടന്നതാണ്. ഇത് കേട്ടാണ് ഈ ഹൈന്ദവർക്ക് ഷണ്ടത്വം വന്നത്, വീരം മുഴുവൻ പോയത്. നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ അനവധി വീരന്മാരുടെ ചോര വീണ ഭൂമിയാണിത്. ഇവിടെ നിന്നോണ്ട്, താന്ത്രിക ഭൂമി നിന്നോണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് ആലോചിക്കണം. നമസ്തേ. അറിയപ്പെടുന്ന ശ്രീവിദ്യോപാസകനും താന്ത്രികനുമായ രാജേഷ് ശർമ്മജിയുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. രാജേഷ് ജി, നമ്മൾ മന്ത്രത്തെപ്പറ്റി തന്ത്രത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു നിർത്തി. ഈ നിത്യ നാമജപം എന്നുള്ളത്, ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മുമ്മ പറയും വിളക്ക് കത്തിക്കാൻ, അല്ലെങ്കിൽ അമ്മ തന്നെ വിളിക്കും, പൂ പറിച്ചിട്ട് വാ വിളക്ക് കത്തിക്കും, അതിനു മുമ്പ് ഭസ്മം തൊടിയിക്കും, രാമനാമം ചൊല്ലാൻ പറയും. അതേറെക്കുറെ ഇപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അണുകുടുംബങ്ങളായതുകൊണ്ടോ, പുതിയ ജീവിതശൈലി കൊണ്ടോ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ജീവിതം കൊണ്ടോ, നഗര ജീവിതം കൊണ്ടോ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് നാമജപത്തിൻ്റെ ഒരു ഫലം? എന്തുകൊണ്ടത് വേണം എന്ന് പണ്ടുള്ളവർ നിഷ്കർഷിച്ചിരുന്നു? നാമങ്ങൾ മന്ത്രങ്ങൾ പോലെ തന്നെയാണ്. മന്ത്രങ്ങൾക്ക് ഒരു ദേവതാ സ്വരൂപത്തെ കൊടുക്കാനായിട്ട് സാധിക്കും. നാമങ്ങൾക്ക് കറ തീർക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലെ കറ പതിയെ ഇല്ലാണ്ടാക്കാൻ നാമജപം കൊണ്ട് സാധിക്കും. നാമജപത്തിനാലേ വരും മോക്ഷവും എന്നാണ് കലികാലത്തെപ്പറ്റി എഴുത്തച്ഛൻ രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. അല്ലാതെ വലിയ മന്ത്രോപാസനയൊന്നും ചെയ്യേണ്ടെന്നും നാമജപം കൊണ്ട് തന്നെ കലിയുഗത്തിൽ മുക്തിക്ക് പറ്റുമെന്നും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാരണം ഈ എന്ത് ഉപാസന നമ്മൾ ചെയ്താലും ഭക്തി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതെ ഇതിനൊന്നും പൂർണ്ണതയില്ല. നമ്മൾ ഉപാസിക്കുന്ന ദേവതയെ ഭക്തിപൂർവ്വം ഉപാസിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ. ഭക്തിയില്ലാതെ ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത സാമ്പാർ കൊല്ലിക്കും. നല്ല ഭംഗിയായിരിക്കും, കഴിക്കാൻ പറ്റില്ല, കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഭക്തി ഉണ്ടാവണമെങ്കിൽ ആ ദേവതയിൽ നമുക്ക് സത്സംഗം ഉണ്ടാവണം. സത്സംഗം കൊണ്ട് നമുക്ക് ഒരു നിസ്സംഗത്വം വരണം. അങ്ങനെയാണ് നമ്മൾ ഈ മുക്തിമാർഗത്തിലേക്ക് കടക്കുന്നതൊക്കെ, മന്ത്രോപാസനയിലേക്കൊക്കെ കടക്കുന്നത്. അപ്പോൾ മന്ത്രോപാസനയ്ക്ക് മുമ്പ് തന്നെ നാമം ജപിച്ച് ശീലിക്കണം. നാമജപം കൊണ്ട് അക്ഷരങ്ങൾക്ക് സ്ഫുടത ഉണ്ടാവും. പിന്നെ ആസനസിദ്ധി വരും. ഏറ്റവും പ്രധാനമാണ് ആസനസിദ്ധി. നമുക്കൊരു സ്ഥലത്ത് 1 മണിക്കൂർ ചമ്രം പടിഞ്ഞിരിക്കാൻ സാധിക്കുമോ? ആ സാധിക്കുമെങ്കിൽ അതൊരു സിദ്ധിയാണ്. അതില്ലാതെ കാല് നീട്ടി വെച്ചും കാലെടുത്ത് ടേബിളിൻ്റെ മുകളിൽ കയറ്റി വെച്ചും തലകുത്തി നിന്നും അങ്ങോട്ടും ചെരിഞ്ഞും ഇങ്ങോട്ടും ചെരിഞ്ഞും ജപിച്ചാൽ ആ ജപത്തിന് ഇത്രയ്ക്കൊക്കെ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. പക്ഷേ അതേ സമയത്ത് ചമ്രം പടിഞ്ഞ് വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് നാമം ജപിക്കാൻ സാധിച്ചാൽ ആ നാമജപത്തിന് ഈ ചെയ്യുന്ന മന്ത്രജപത്തിനേക്കാളും 1000 മടങ്ങ് ഫലമാണ്. അത് ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ആദ്യം അവർക്ക് പഠിക്കേണ്ട യോഗവാസിഷ്ഠാണ്, അല്ലെങ്കിൽ ഗീതയാണ് പഠിക്കേണ്ടത്. സുഹൃത്തുക്കളെ, മലയാളത്തിൽ ജ്ഞാനപ്പാന എഴുതി വെച്ചിട്ടുണ്ട് പൂന്താനം നമ്പൂരി. ഇതിനോളം വലിയൊരു ഒരു അദ്വൈത ഗ്രന്ഥമില്ല, ഞാൻ കണ്ടിട്ടില്ല. ആദ്യം അത് പഠിക്കുക. അത് പഠിച്ചാൽ മാത്രമേ അത് പഠിച്ചിട്ട് നമുക്ക് അക്ഷരങ്ങൾ വ്യക്തമായിട്ട് വരട്ടെ, ഇതിനെപ്പറ്റി ധാരണ വരട്ടെ. ഹരിനാമ കീർത്തനം ചൊല്ല്. എഴുത്തച്ഛൻ അക്ഷരങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനകത്ത്. എഴുത്തച്ഛനോളം വലിയൊരു വാഗ്മിയും പണ്ഡിതനും പാണ്ഡിത്യമുള്ള ഒരാളും ഇതുപോലെ ഒരു മാതങ്കി കടാക്ഷം കിട്ടിയ ഒരു മനുഷ്യൻ കേരളത്തിൽ വേറെ ഇല്ല. ഞാൻ പറയുമ്പോൾ ആളുകൾ തമാശയായിട്ട് എടുക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ആ തത്തയെ വിളിക്കുന്നതൊക്കെ അത് മാതങ്കി, സാക്ഷാൽ മാതങ്കിയുടെ കയ്യിലെ തത്തയാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ആ മാതങ്കിയുടെ കയ്യിലെ തത്ത എന്ന് പറയുന്നത് ശ്രീശുക ബ്രഹ്മർഷിയും കൂടിയാണ്. അതുകൂടെ മനസ്സിലാക്കണം. അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്.
ഈ വാൽമീകി രാമായണത്തിനെ നമ്മളിവിടെ ഭക്തിരസപ്രധാനമായിട്ടാണ് ഇവിടെ അദ്ദേഹം എഴുതിയത്, അധ്യാത്മരാമായണം എഴുതിയത്. അഗസ്ത്യർ ശ്രീരാമനെ സ്തുതിക്കുന്ന ഭാഗമൊക്കെ ഒരല്പമെങ്കിലും നാരായണ ജപിച്ചവൻ, അമ്പലത്തിൽ പോയി ഒരു 10 കൊല്ലമെങ്കിലും ഇരുന്നവൻ, അമ്മയെന്ന് വിളിക്കുമ്പോൾ കണ്ണീന്ന് വെള്ളം വരുന്നവനൊക്കെ ഒരു തവണയെങ്കിലും ആ അഗസ്ത്യസ്തുതിയൊക്കെ വായിച്ച നിലവിളിക്കും. അതുപോലെയാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. അത്ര ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ അങ്ങനെ ഒരാൾ എഴുതിയ ഹരിനാമകീർത്തനം ചൊല്ലി പഠിക്കാതെ, ഇവിടെ ഉണ്ടായ സാധനം എന്താണെന്ന് അറിയാതെ നമ്മൾ പുറത്തുനിന്ന് വന്ന എന്ത് സാധനത്തിനെയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. മന്ത്രോപാസനയും വിദ്യോപാസനയും ശ്രീവിദ്യയും ഭുവനേശ്വരി വിദ്യയും ക്രിയായോഗയും ഒക്കെ പഠിക്കാം. അടിസ്ഥാനത്തിൽ ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനെ പഠിക്കണം. അത് പഠിക്കാതെ വേറൊന്നും പഠിക്കരുത്. ഈ അങ്ങ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്, അങ്ങ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ലളിതമായ ജീവിത ഫിലോസഫി അല്ല ജ്ഞാനപ്പാൻ? 100% ഉറപ്പാണ്. വേദാന്ത ഗ്രന്ഥമാണ്. ഞാൻ ഒരു സൂഫി പരമ്പരയായിട്ട്, മുസ്ലിം സമുദായത്തിലുള്ള ഒരു സൂഫി പരമ്പരയായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ അവർ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു പരമ്പര. അവരെന്നോട് വന്ന് പറയുകയാണ്, എൻ്റെ സ്വാമി, പൂന്താനം നമ്പൂരി എഴുതിയ ജ്ഞാനപ്പാനയ്ക്ക് മുകളിലൊന്നും ഞങ്ങളുടെ സൂഫിസത്തിലും പറയാനില്ല. നേരിട്ടെന്നോട് പറഞ്ഞതാണ്. ജ്ഞാനപ്പാന പഠിപ്പിക്കാത്ത സ്ഥലങ്ങളില്ല ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ. നിങ്ങൾ ആളുകളെന്താ ഇതൊന്നും പഠിക്കാത്തത്? നേരിട്ട് ചോദിച്ച കാര്യമാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 60ാമത്തെ വയസ്സിൽ ഗീത പഠിക്കാൻ ഇറങ്ങുക. ഇതൊക്കെ എവിടെല്ലാം പ്രയോഗിക്കണമെന്ന് അറിയില്ല. ജ്ഞാനപ്പാന വായിച്ച് പഠിച്ച് അവനവനിത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഗീത ജീവിതത്തിൽ പ്രയോഗിക്കുകയാണ് വേണ്ടത്. ദർശനമാണ് ഗീത, അത് ജീവിതത്തിൽ പ്രയോഗിക്കുകയാണ് വേണ്ടത്. ഭാഗവതം കേൾക്കുകയാണ് വേണ്ടത്. ദേവി മഹാത്മ്യത്തെ ഉപാസിക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം തിരിഞ്ഞാ ഗീത അമ്പലത്തിൽ പാരായണം ചെയ്യും, ജ്ഞാനപ്പാനയൊക്കെ എടുത്ത് തോട്ടിക്കളയും. ദേവി മഹാത്മ്യം പാദ്യപ്പുറത്തെടുത്ത് വയ്ക്കും. അതിനുള്ള സാധനം അത്. ഭാഗവതം ഇരുന്ന് വായിക്കുകയും ചെയ്യും. ഭാഗവതം കേൾക്കണം, അത് കേൾക്കാനുള്ള സാധനമാണ്. വായിക്കൽ മാത്രമല്ല, വായിച്ചോളൂ. വായിക്കുന്നവരും വേറൊരാൾ വായിച്ച് കേൾക്കണം വർഷത്തിലൊരിക്കലെങ്കിലും. ഭാഗവത ശ്രവണമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഇത് നേരെ തലതിരിച്ചാണ് പ്രയോഗിക്കുന്നത്. അതിന് പറ്റിയ കുറേ ആചാര്യന്മാരുമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹിന്ദു മതത്തിൽ മാത്രമുള്ള കുറേ ആൾക്കാരുണ്ട് മരിക്കാൻ പഠിപ്പിക്കുന്ന കുറേ ആചാര്യന്മാർ. എല്ലാം മോക്ഷത്തെ പറ്റിയാണ് പറയുന്നത്. അയ്യോ അതൊന്നും നമുക്ക് പാടില്ല, ധനത്തിൽ ആസക്തി പാടില്ല, അയ്യോ നിങ്ങൾക്ക് നല്ല വസ്ത്രം അതൊന്നും വേണ്ട, അതൊക്കെ മായ, വെറുതെ വിട്ട് കളഞ്ഞേക്കാനാണ് പറയുന്നത്. ഇതിൽ മുഴുകിയിട്ട് വെളിവാ, എന്നിട്ട് വേണ്ടെന്ന് വയ്ക്ക്. 100 കൈ കൊണ്ട് സമ്പാദിക്ക്, 1000 കൈ കൊണ്ട് ദാനവും ചെയ്യും. ഇത് ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹമുള്ളപ്പം ചോദിച്ചാൽ അതൊന്നും വേണ്ട, അതൊക്കെ മുക്തിക്ക് തടസ്സമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ദാരിദ്ര്യവാസിയായിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. നമ്മളുടെ ഇടയിലേ ഉള്ളൂ, ഹൈന്ദവരുടെ ഇടയിൽ മാത്രമേ ഇങ്ങനത്തെ ആൾക്കാരുള്ളൂ. ഞാനവരെ പറയുന്നത് മരിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാരെന്നാണ് പറയാറ്. സകല അമ്പലങ്ങളിലും വന്ന് പ്രഭാഷണം നടന്നതാണ്. ഇത് കേട്ടാണ് ഈ ഹൈന്ദവർക്ക് ഷണ്ടത്വം വന്നത്, വീരം മുഴുവൻ പോയത്. നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ അനവധി വീരന്മാരുടെ ചോര വീണ ഭൂമിയാണിത്. ഇവിടെ നിന്നുകൊണ്ട്, താന്ത്രിക ഭൂമി നിന്നുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നതെന്ന് ആലോചിക്കണം. അവിടെ മോളിൽ നിൽക്കുന്ന അവർ മറ്റേ ആ ചേച്ചിയുടെ ഭാഷയെ പറഞ്ഞാൽ തുപ്പും, കാർക്കിച്ച് തുപ്പും. കാരണം ഇവിടെ ഇന്ന് ഈ ചുവന്ന കുറിയും തൊട്ട് ഞാനിവിടെ ചുവന്ന മുണ്ടുകൊടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വീരപുരുഷന്മാരുടെ ചോര വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം താന്ത്രികനാവാനാണ് പഠിപ്പിക്കേണ്ടത്. എല്ലാവരും അവരുടെ ഉള്ളിൽ ആത്മബലം ഉണ്ടായി വരണമെങ്കിൽ തന്ത്രം വേണം. ഈ ഭയം ഇല്ലാണ്ടായി പോകണം. വിഗ്രഹം വെച്ച് പൂജിക്കാമോ? വിഗ്രഹം നല്ല അളവിൽ പണിയിക്കൂ. ഈ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടൊന്നും വെക്കാതെ. എന്ത് ലോഹമാണെന്നറിയില്ല, എവിടെ ഉണ്ടാക്കിയതാണെന്നറിയില്ല, കണക്കുണ്ടോയെന്നറിയില്ല, ധ്യാനം ശരിയാണെന്നറിയില്ല. എവിടെയെങ്കിലും ഒരു ആക്രിക്കട ഒരു ഗണപതിയെ കണ്ടു, ഉടനെ എടുത്തുകൊണ്ട് പോകുന്നു, വീട്ടിൽ കൊണ്ട് വയ്ക്കുകയല്ലേ പതിവ്. അങ്ങനല്ല, ഒരു മൂശാരിയെ കണ്ട് വസ്ത്രവും ദക്ഷിണയും കൊടുത്ത് എനിക്ക് ഇന്ന ധ്യാനപ്രകാരമുള്ളൊരു വിഗ്രഹം വേണം, ഇന്ന അളവിലായിരിക്കണം, എൻ്റെ ആവശ്യം ഇന്നതാണ് എന്ന് പറഞ്ഞൊരു വിഗ്രഹം ചെയ്യേ. ആ വിഗ്രഹം വെച്ച് പൂജിക്ക്. ആ ദേവതയെ അതിൽ കുടിയിരുത്ത്. നിങ്ങൾ തന്നെ സേവ ചെയ്യ്.
അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തു പോകും. ഇത് നമ്മൾ രഹസ്യമായിട്ട് ചെയ്യും. ഈ സാധനം ഇവിടെ ഇരുന്ന് പോകും. നമ്മുടെ കാലം കഴിയുമ്പോൾ പിള്ളേർക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അപ്പോൾ ആരെങ്കിലും വരും, ആവാഴ്ച മാറ്റാനുള്ള ആൾ വരും. ഇവൻ ആവാഴ്ചകളൊന്നും ഇത് പോരുകയില്ല. കാരണം ഞാനും എൻ്റെ തലമുറയെ നോക്കിക്കോളാം സത്യം ചെയ്ത് കൊടുത്തിരിക്കുക. പിന്നെ പോരുമോ? അപ്പോൾ ഇടങ്ങേറാവും. എന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞ് ചെയ്യും. വിഗ്രഹോപാസന ചെയ്യണം, ചെയ്തോളൂ. ചണ്ഡിഹോമം ചെയ്യണം, ചെയ്തോളൂ. ശ്രീവിദ്യ പദ്ധതി ചെയ്യണം, ചെയ്യൂ. സുബ്രഹ്മണ്യ പദ്ധതിയോ ഭുവനേശ്വരി പദ്ധതിയോ ശാസ്ത്രസേവയോ ചെയ്യൂ. അറിഞ്ഞ് ചെയ്യൂ. ആ പദ്ധതിയിലൂടെ പോയ ആളുകളെ കണ്ട് നമസ്കരിച്ച് അവരിൽ നിന്ന് വിദ്യ വാങ്ങി അത്തരത്തിലുള്ള വിഗ്രഹത്തെ പണിയിപ്പിച്ച് ചെയ്യൂ, നന്നാവും. രാജേഷ് അതിനൊരു വേറൊരു തലത്തിലുള്ള മറുപടി തന്നു. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇപ്പോൾ വീട് പണിയുമ്പോൾ അത്യാവശ്യം നല്ല ആഡംബരത്തിലൊരു പൂജാമുറി പണിയാറുണ്ട്. നല്ല വാതിൽ, മണികൾ, പിത്തളയോ വെങ്കലോ ഒക്കെ പറ്റുന്ന പോലെ വിളക്കുകൾ, അലങ്കാരങ്ങളൊക്കെ, ചിത്രങ്ങളും വയ്ക്കാറുണ്ട്. ഇത്തരം വീടുകളിൽ വിഗ്രഹം വയ്ക്കാമോ? വിളക്ക് കത്തിക്കുന്നിടത്ത് വിഗ്രഹം വയ്ക്കാമോ? വച്ചാൽ ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ നിലവിളക്ക് കത്തിച്ചു ഒരു നിമിഷം പ്രാർത്ഥിച്ചു പോകുന്ന പോലെ വിഗ്രഹം കൊണ്ട് വയ്ക്കാമോ? വിഗ്രഹം വയ്ക്കുന്നതിനുള്ള ചിട്ടകൾ എന്ത്, നിഷ്ഠകൾ എന്ത്, എന്തൊക്കെ പാലിക്കണം? സാധാരണ എല്ലാം പറയും ഫോട്ടോയാവാം കേട്ടോ, വിഗ്രഹം വേണ്ടെന്ന് പറയും. ഈ വിഗ്രഹ ലക്ഷണത്തിൽ എങ്ങനെയാ അറിയാം? വിഗ്രഹങ്ങൾ എങ്ങനെയാണ് വേണമെന്ന് വെച്ചാൽ ശൈലി, ദാരുമയി, ലൗഹി, ലിപി, ലേഖ്യാജ, സൈഗതി, മന്ത്രമയി, മണിമയി, മനോന്മയി, പ്രതിമാഷ്ടവിധോ സ്മൃത. 8 തരത്തിലുള്ള വിഗ്രഹങ്ങളെ സ്മൃതി പറയുന്നുണ്ട്. ശില കൊണ്ടുള്ളത്, ദാരു കൊണ്ടുള്ളത്, വരച്ചത്, എഴുതിയതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വരച്ചത് എന്തായി? പടം എന്താ? വിഗ്രഹം തന്നെയാണോ? അപ്പം പടം വയ്ക്കാം, വിഗ്രഹം വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു യുക്തിസഹമല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കണക്കില്ലാത്ത വിഗ്രഹങ്ങൾ നാശത്തിലുണ്ടാക്കും, നാശം ഉണ്ടാക്കി വയ്ക്കും. കണക്ക് ശരിയല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഞാൻ ഇത് മുമ്പും പല പ്രാവശ്യം പറഞ്ഞാണ്, ഒരു വിഗ്രഹം ഉണ്ടാകുമ്പോൾ ആ വിഗ്രഹം, ഈ മുമ്പിലിരിക്കുന്ന വിഗ്രഹം, ഈ വിഗ്രഹം പഴയ ഒരു ശിവേലി വിഗ്രഹമാണ്, ഒരു ദുർഗാദേവിയുടെ ശിവേലി വിഗ്രഹമാണ്. അപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ കണക്ക് ധ്വജയോനിയിലായിരിക്കും ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. കാരണം എന്താണ്? ഈ വിഗ്രഹം എല്ലാ ദിശയിലേക്കും തിരിച്ചെടുത്തുകൊണ്ട് നടക്കേണ്ടതാണ്. ഈ ധ്വജയോനി പടിഞ്ഞാട്ടുള്ള വിഗ്രഹങ്ങൾക്ക് പൊതുവെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. കിഴക്കോട്ടാണ് ഋഷഭയോനിയിൽ ഉണ്ടാക്കണം. ഗജയോനിയിലും സിംഹയോനിയിലും, വടക്കോട്ട് സിംഹയോനി, തെക്കോട്ട് ഗജയോനിയിലും ചെയ്യണം. ഇതല്ലാണ്ട് മറ്റു കണക്കുകളും ഉണ്ട്. അപ്പോൾ ഈ കണക്ക് നോക്കാതെ ഒരു വിഗ്രഹം ആക്രിക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചാൽ, ഇതെന്നിട്ട് നമുക്ക് തോന്നിയൊരു ഡയറക്ഷനിലേക്കും വെച്ചത് പൂജ തുടങ്ങിയാൽ ഇതിൻ്റെ ലോഹവും പ്രശ്നമാണ്. നിർബന്ധമായിട്ടും ചെമ്പിലോ സ്വർണ്ണത്തിലോ വെള്ളിയിലോ ആണ് വിഗ്രഹങ്ങൾ ചെയ്യുന്നത്. ചെമ്പിൻ്റെ പ്രശ്നം, ചെമ്പ് ഉരുക്കി ഒഴിച്ചാൽ ഈ മുട്ട പൊട്ടി വീണതുപോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിന് ഒരു ഒഴുക്കില്ല. ആ ഫ്ലോ കിട്ടാൻ വേണ്ടി ഫ്ലോ ഉള്ളൊരു ലോഹത്തെ ഇതിൻ്റെ കൂടെ ചേർക്കും. അത് ചെമ്പിൻ്റെ കൂടെ സാധാരണ ചേർക്കുന്നത് വെള്ളി, പിന്നെ വെളുത്തോട്, ഇതൊക്കെ ചേർക്കാറുണ്ട്. ഈ വെളുത്തോട് ചേർത്താണ് സാധാരണഗതിയിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ വാങ്ങിക്കുന്ന വിഗ്രഹത്തിനകത്ത് അലുമിനിയവും ടിന്നും, മുറാദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന് ഇൻഡസ്ട്രിയാണ്. അവർ കണ്ണിക്കണ്ട സാധനങ്ങളെല്ലാം ഇതിനകത്തിടും. പഴയ നമ്മുടെ അലുമിനിയം പെട്ടി അതൊക്കെ തല്ലിപ്പൊട്ടിച്ച് ഇതിനകത്തിട്ട് വാർത്ത് കൊണ്ടുവരും. നല്ല മെഴുമെഴാന്നിരിക്കും. ഇപ്പോൾ വിളക്കുകൾ വരുന്നത് ഒരു കൈ കൊണ്ട് പൊക്കാം, ഒരു 4 അടി പൊക്കമുള്ള വിളക്കൊക്കെ ഒരു കൈക്കിങ്ങ് പൊക്കാം അല്ലേ? വാർത്ത വിളക്കാണെങ്കിൽ ഒരു 1.5 അടി പൊക്കമുള്ള വിളക്ക് പൊക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലോഹമോശമാണ്. ഈ ശുദ്ധമല്ലാത്ത ലോഹത്തിൽ അതിലും ശുദ്ധമല്ലാത്തൊരു ലോഹം കൊണ്ടുണ്ടാക്കിയ വിളക്കിൽ അതിലും അശുദ്ധമായൊരു എണ്ണ ഒഴിച്ച് അതിലും മോശമായൊരു പഞ്ഞിത്തിരി, വല്ല പഴയ ബെഡിൻ്റെ പഞ്ഞിയൊക്കെ കൊണ്ടുവന്നിട്ട് തെറുത്ത് കൊണ്ടുവന്നൊക്കെ ആയിരിക്കും. ഈ തിരശീല കീറിയിടാനോ കഴിനൂലുകൊണ്ട് തിരി ഉണ്ടാക്കാനോ മടിയായിട്ട് നമ്മൾ ഈ പഞ്ഞിത്തിരി മേടിച്ചുകൊണ്ട് വരും. ഈ സാധനമായിട്ട് കത്തിച്ചാൽ, എന്നിട്ട് നല്ലവണ്ണം വരുത്തണേ, നല്ല ഗുണം വരുത്തണേ, ഞങ്ങളെ ശരിയാക്കി തരണേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ആ ദേവത ചെയ്യേണ്ടത്? അങ്ങ് ആ ദേവതയുടെ സ്ഥാനത്ത് ഇരിക്കാന്ന് വയ്ക്കുക. ഞാൻ ഇത്തരം ഉപചാരങ്ങൾ അങ്ങേക്ക് ചെയ്താൽ അങ്ങ് എന്തായിരിക്കും ചെയ്യുക? അത് തന്നെ ദേവതയും ചെയ്യും. അപ്പം ദിവസവും അവനവനെതിരെ ആഭിചാരം ചെയ്യുന്ന പോലെയാണ് പലരുടെയും വിളക്കുവെപ്പ്. ഈ പാട്ട വിളക്ക്, മുറാദാബാദിൽ നിന്നൊക്കെ വരുന്ന ഈ കനം കുറഞ്ഞ വിളക്ക്, നല്ല നാടൻ, നല്ല മൂശാരിയെ കൊണ്ട് വാർപ്പിച്ച് നല്ല വിളക്കുണ്ടാക്കണം. പണ്ട് വീടുകളിലുണ്ടായിരുന്നു ഈ വെട്ടും തിരിയായിട്ട് വന്നിരുന്ന നല്ല വിളക്കുകളെല്ലാം കൊണ്ട് കൊടുത്ത്, ആ വിളക്ക് കൊടുത്തപ്പോൾ 2 വിളക്ക് കിട്ടിക്കാണും അതിനേക്കാൾ പൊക്കമുള്ള എക്സ്ചേഞ്ച് അല്ലേ? അതുകൊണ്ട് കൊടുത്ത് നല്ല ലോഹമുള്ളതെല്ലാം പോയി, ഉള്ള മോശ സാധനം എല്ലാം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്.
അത് ഈ നല്ല നല്ല നെയ്യ് നമ്മൾ കൊടുത്തിട്ട് ഡാൽഡ മേടിക്കുന്ന പോലെ. ഇതൊക്കെ ചെയ്തിരുന്ന കാര്യമായി പറയുന്നത് ഇവിടെ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായി പറയുന്നു. ഇപ്പം പല സ്ഥലത്തും മൂശാരിമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ വാർത്തതില്ലേ, അപ്പോൾ പറയാം എൻ്റെ തിരുമേനി 1-2 പേര് വർഷത്തിൽ വന്ന് വാർത്ത വിളക്കി വയ്ക്കും, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാർപ്പ് നിർത്തി, ഇപ്പോൾ വരവെല്ലാം വരുന്നത് വളരെ കുറച്ചുണ്ട് വാർത്ത, ആ ഭാഗത്തൊക്കെ വാർത്ത തരിപ്പുണ്ട്, പോയി നോക്കിക്കോളൂ. ഞാൻ തിരുവനന്തപുരത്ത് ഒരു കടയുണ്ടല്ലോ, മാധവൻ തമ്പി. ഞാനൊരു സ്ഥലത്ത് ഇവിടുന്ന് പൂജയ്ക്ക് പോയി, തിരുവനന്തപുരത്ത്. എല്ലായിടത്തും വിളക്കെടുക്കാൻ മറന്നുപോയി. പൂജയ്ക്ക് ചെന്നിരിക്കുക, 2 വിളക്ക് മേടിച്ചേ പറ്റുള്ളൂ, അടിയന്തരമായിട്ട് മേടിക്കണം. അപ്പം ഞാൻ ഈ കട തപ്പി അങ്ങ് പോയി, അങ്ങനെ 4-5 വഴി അങ്ങനെ അവിടെ ചെന്നു, ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഫാൻസി വിളക്കുകളെല്ലാം ഇങ്ങനെ ഇരിക്കുക, നല്ല 1-ാം വിളക്കുകളൊക്കെ. അപ്പം ഞാൻ അതിനിടയിൽ ഇങ്ങനെ നോക്കിയപ്പം വെട്ടും തിരിയുള്ള ഈ നാടൻ ഉഴവ് വിളക്കുകൾ 2 കറ പിടിച്ച് പൊടി പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്, തിരുവാണ്, വേറെ 2 വിളക്കുകൾ, അതാ പുതിയ വിളക്കുകൾ എടുത്തോളൂ. അപ്പോൾ എനിക്കത് തന്നെ മതി, പോളിഷ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, പോളിഷൊക്കെ ചെയ്ത് തരാം. അത് ഇപ്പോൾ ആരും ഇത് കൊണ്ടുപോകാറില്ല, ഈ വെയിറ്റ് കൂടുതലായതുകൊണ്ടും ഒക്കെ ആരും കൊണ്ടുപോകാറില്ല. മറ്റേ വിളക്കുണ്ടാവും, നല്ല ഭംഗിയാണ്, ഒക്കെ ഭംഗി തന്നെ, അംഗീകരിച്ചു. എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 വിളക്കുകൾ എനിക്ക് കിട്ടി. ഒന്ന് തിരുവനന്തപുരം മാതൃകയിലുള്ളൊരു വിളക്ക്, തിരുവനന്തപുരത്ത് ഒരു വെട്ടും തിരിയുള്ള വിളക്ക്, ഇത്തിരി പൊങ്ങിയ വിളക്ക്. ഒന്ന് നമ്മുടെ തിരുവിതാംകൂർ ശൈലിയിലുള്ള സാധാരണ ഒരു വിളക്ക്, വെട്ടും തിരിയുള്ള വിളക്ക്. ആ 2 വിളക്കും 1 അടി 1.5 അടി പൊക്കമുള്ള വിളക്കുകളാണ്. ഞാൻ കൊണ്ടുവന്നു. എനിക്കതിനൊരു ന്യായമായ പൈസ അവർ വാങ്ങിയുള്ളൂ, കാരണം പഴയ വിളക്കല്ലേ. പക്ഷേ ആ കൂട്ടത്തിലെ ആകെ വർക്കത്തുള്ള വിളക്ക് ഇപ്പോൾ കടയുടെ പേര് ഇനി അവസാനം എല്ലാവരും കൂടി എന്നെ തല്ലം വരരുത്, ഞാൻ അവിടെ നിന്ന് ഉണ്ടായ അനുഭവം പറഞ്ഞാണ്. ഇത് മാന്നാർ ഭാഗത്തേക്ക് പോയാൽ എല്ലാ കടകളുടെയും പേര് പറയാം. ഇതുപോലെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങ് തിരിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വസ്ത്രം, വീട്ടിൽ അലക്കിയ വസ്ത്രം അലക്കി ഉണക്കി അതിൽ നിന്നും തിരി കടയിൽ കൊടുത്ത് അലക്കൊന്നും വേണ്ടല്ലോ? ഒന്നും വേണ്ട, നന്നായിട്ട് അലക്കി നല്ലപോലെ ഭസ്മത്തിലൊക്കെ മുക്കി ഉണക്കിയെടുത്ത് കഴിഞ്ഞ് കീറി തെറുത്ത് തിരിയാക്കി ഉപയോഗിച്ചാൽ നല്ലതാണ്. പഴയ മുണ്ടുകൾ അങ്ങനെ കുറേ നമുക്ക് ഉപയോഗിച്ച് തീർക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പൂജാക്കടകളിലും പോയാൽ കഴിനൂല് വാങ്ങിക്കാൻ കിട്ടും. കഴിനൂല് എന്ന് പറഞ്ഞാൽ ഈ തറയിൽ നിന്ന് നേരിട്ട് വരുന്ന നൂലാണ്. ആ നൂല് ഈ കോടി കളറിലിരിക്കും. ആ നൂല് കൊണ്ടുവന്ന് അതിൽ നിന്നാണ് സാറിന് അഴിച്ച് പൂണൂലിന് ചുറ്റിയെടുക്കുന്നതൊക്കെ അതിൽ നിന്നാണ്. പല ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാറുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് അത് കീറി തിരിയാക്കി ഉപയോഗിക്കാമെങ്കിൽ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഈ വരുന്ന ഈ കോട്ടൺ ബ്ലീച്ച് ചെയ്യാത്ത തിരികളുണ്ട് പാക്ക് ചെയ്ത് വരുന്നത്, അത് ഒരുവിധം തരക്കേടില്ല. പക്ഷേ ഈ പഞ്ഞിത്തിരി എന്ന് പറയുന്ന സാധനം വളരെ ശ്രദ്ധിക്കണം. ഈ പഞ്ഞി എവിടെ നിന്ന് വരുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഈ പൂജാമുറിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ വീട്ടിൽ പൂജാമുറിയോ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന ഒരു സ്ഥലമോ, അവിടെ ഇപ്പോൾ ഒരു ദിവസം പിന്നെ ആ ചിത്രത്തിന് മുന്നിൽ വൈകുന്നേരം വിളക്ക് വയ്ക്കും. പക്ഷെ അവിടെ ആൾക്കാരില്ലാത്ത സമയങ്ങളുണ്ടാവാം, യാത്ര പോകുന്ന സമയമുണ്ടാവാം. അപ്പോൾ ആകെ മൊത്തമൊന്ന് പേടിക്കേണ്ട കാര്യമാണോ ആ സമയത്ത്? എന്ത് ചെയ്യില്ല. നോക്കൂ, ഈ വിളക്ക് വയ്ക്കുക, അവിടെ ഒരു ചിത്രം വയ്ക്കുക, ഒരു വിഗ്രഹം വയ്ക്കുക, അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു സാധനമുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും അഹൈന്ദവരായ അല്ലെങ്കിൽ മനുഷ്യരായ സകലർക്കും വയ്ക്കാം. ദേവീ മഹാത്മ്യം ഗ്രന്ഥം ഒരു പട്ടിൽ പൊതിഞ്ഞ് സാക്ഷാൽ ഭഗവതിയായിട്ട് വിചാരിച്ച് ഒരു പീഠത്തിൽ അത് സൂക്ഷിക്കണം. എല്ലാ വീടുകളിലും സൂക്ഷിച്ചിരിക്കണം. നിങ്ങളുടെ പൂർവികമായിട്ടുണ്ടായിരുന്ന പരദേവത ഉപാസന, ഭുവനേശ്വരി പൂജ, കാളി പൂജ, സകലതും മുട്ടിയിട്ടുണ്ടാവും. അതിനൊക്കെ പരിഹാരമായിട്ട് ഈ ദേവി മഹാത്മ്യം ഗ്രന്ഥത്തെ ദേവിയായിട്ട് കൽപ്പിച്ച് ആരാധിച്ച് തുടങ്ങിയാൽ പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാനിപ്പോൾ പറയാൻ ആളല്ല. കാരണം ദേവി മഹാത്മ്യം ഉപയോഗിച്ചിട്ട് മാറില്ല എന്ന് പറയാനും ആളല്ല. പക്ഷേ ഇതിൻ്റെ മാറ്റം നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ അറിയും. 100% ഉറപ്പാണ്. നിങ്ങളുടെ തറവാട്ടിലെ ഭുവനേശ്വരി പൂജ മുട്ടി, ആ മുട്ടിയതിന് പരിഹാരമാണിത്. തറവാട്ടിലെ കാളിപൂജ ഉണ്ടായിരുന്നു, അത് മുട്ടി. ശാക്തായ പൂജ മുട്ടി, ഇതിനൊക്കെ ഒരു മാറ്റം ഇതിൽ നിന്നുണ്ടാവും. ഇല്ലെങ്കിൽ പഴയ പോയ അനുഷ്ഠാനത്തിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. ദേവി മഹാത്മ്യം ഗ്രന്ഥത്തെ നമ്മൾ ഭഗവതിയായിട്ട്, പ്രത്യക്ഷത്തിൽ ഭഗവതിയാണ്, അത് വീട്ടിൽ സൂക്ഷിക്കണം, ബാഗിൽ സൂക്ഷിക്കണം, വണ്ടിയിൽ സൂക്ഷിക്കണം, കയ്യിൽ സൂക്ഷിക്കണം. എവിടെല്ലാം ഇത് സൂക്ഷിക്കാമോ അവിടെയെല്ലാം സൂക്ഷിച്ച് വെക്കണം. നിത്യപാരായണത്തിന് 1 അധ്യായമോ അല്ലെങ്കിൽ 11-ാം അധ്യായം മാത്രമോ ദിവസവും പാരായണം ചെയ്യാൻ വേണം. വെറും 2 മിനിറ്റ് 3 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. അത് ദിവസവും നിത്യനാമജപത്തിൻ്റെ കൂടെ ഈ ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായം ഒന്ന് പാരായണം ചെയ്ത് നോക്ക്. അതിൻ്റെ വ്യത്യാസം അപ്പോൾ അറിയാം. ഞാനീ പറയുന്നതൊക്കെ തന്നെയും
ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയല്ല, ഞാൻ ആചരിച്ചവനാണ്. ആചരിച്ചാൽ മാറ്റമുണ്ട്, 100% ഉറപ്പാണ്. എത്രയോ വീടുകളിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിലെ ഈ പോഡ്കാസ്റ്റുകളിലെല്ലാം എത്രയോ പേരോട് ഞാൻ പറഞ്ഞു ദൈവമാത്മ്യ ഗ്രന്ഥം വെച്ച് ആരാധിക്കാൻ പറഞ്ഞു. അവർക്ക് അതിൻ്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞ് വിളിച്ച ആളുകൾ ഒരുപാടുണ്ട്. മാറ്റം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വിളിച്ചവരുണ്ട്. ആ മാറ്റം ഉണ്ടായില്ലെങ്കിൽ കുറച്ച് കാലം കൂടി ചെയ്യും, മാറും. കാരണം ഇവരുടെ ദുരിതത്തിൻ്റെ കാഠിന്യം എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയില്ലോ എത്ര ദുരിതം ഉണ്ടെന്നുള്ളത്. ആ ദുരിതത്തിന് ശമനം ഉണ്ടാകുന്നുള്ളതും നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വിഗ്രഹം വയ്ക്കുന്നതോ ഫോട്ടോ വയ്ക്കുന്നതോ അല്ല പ്രാധാന്യം, അവിടെ ഗ്രന്ഥത്തെ സൂക്ഷിക്കണം. പണ്ട് അഷ്ടമംഗലത്തട്ടിൽ ഗ്രന്ഥം ഉണ്ടല്ലോ, ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ദേവീ മഹാത്മ്യമാണ്. ദേവീ മഹാത്മ്യം ഗ്രന്ഥത്തെയായി വയ്ക്കുന്നത്, അല്ലാതെ ബാലരമയല്ല വെച്ചുകൊണ്ടിരുന്നത്. ഏതെങ്കിലും പുസ്തകം മതി എന്ന് പറഞ്ഞു അല്ല. പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രന്ഥം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ ദേവീ മഹാത്മ്യമാണ്. ആ യക്ഷി പിടിച്ച കഥയിലുമൊക്കെ പറയുന്നത് ഗ്രന്ഥം കയ്യിലുള്ളത് കൊണ്ട് തൊട്ടില്ല എന്നാണ്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ദേവീ മഹാത്മ്യമാണെന്ന്. അപ്പോൾ ദേവിയുണ്ട്. അപ്പോൾ തൊടുവോ? അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്കെല്ലാം വണ്ടിയിലൊക്കെ പൊതിഞ്ഞ് വെക്കണം. അവനവൻ്റെ വണ്ടിയിലൊക്കെ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണം. എന്തിനാണ് പട്ടി പൊതിഞ്ഞ് സൂക്ഷിക്കുമ്പം ഉള്ള കാരണം എന്താ വെച്ചാൽ ആ പട്ടിൽ പൊതിഞ്ഞ് വെച്ചാലേ ഇതിന് പ്രാധാന്യം നമുക്ക് തോന്നുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അല്ലെങ്കിൽ പഴയ കാലത്തെ പോലെ ഓലയിൽ എഴുതി കിട്ടണം, അതൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഇപ്പോൾ കിട്ടുന്ന ഗ്രന്ഥത്തെ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക.